എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പ്രീമിയം വില്ലയ്ക്കകത്ത് നമുക്ക് ലോ ബഡ്ജറ്റ് വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. നമുക്കിവിടെ 8 വീട് നമുക്കിവിടെ സെയിലിനുണ്ട്. ഈ വില്ലയ്ക്കകത്ത് നമുക്ക് വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിനും 35 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് കുഴിവിള എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് വീട് വരുന്നത്. നമുക്കിവിടെ തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 15 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്കിവിടെ എയർപോർട്ട് പോകാൻ വേണ്ടി 18 കിലോമീറ്റർ 19 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് റോട്ടിൽ നിന്നാണ് നമുക്ക് ഈ വില്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ടാറിട്ട റോട്ടിൽ നിന്നാണ് വില്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വില്ലയാണ്. ഈ വില്ലയ്ക്കകത്ത് നമുക്ക് വരുന്ന എല്ലാ സിംഗിൾ സ്റ്റോറി വീടാണ്. നമുക്കിവിടെ ഒരു 10 വീട് നമുക്ക് സെയിലിനുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഏകദേശം 2 വീട് നമുക്ക് സെയിലായിട്ടുണ്ട്. ബാക്കി 8 വീട് നമുക്ക് സെയിലിനുണ്ട്. വില്ലയ്ക്കകത്ത് വരുന്ന റോഡ് നമുക്ക് 5 മീറ്ററാണ് റോഡ് വരുന്നത്. റോഡിൽ നമുക്ക് ഇന്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ചെറിയൊരു ഗാർഡൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കാണുന്നതിൽ നമ്മുടെ ഈ ഫസ്റ്റത്തെ വീട് നമുക്ക് സെയിലായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റത്തെ വീട് നമുക്ക് സെയിലായിട്ടുണ്ട്. നമുക്ക് ഈ വില്ലയ്ക്കകത്ത് വരുന്ന ഫസ്റ്റ് വീടാണ് ഈ കാണുന്ന വീട്. ഈ വീട് നമുക്ക് സെയിലിനുള്ളതാണ്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് 4 സെൻറ്റിൽ 900 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂമാണ് വരുന്നത്. ഇതിന് ചോദിക്കുന്ന 35 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന വീട് നമുക്ക് സെയിലായിട്ടുണ്ട്. അതിൽ നമുക്ക് ആൾ താമസവും വരുന്നുണ്ട്. അടുത്ത് വരുന്ന രണ്ടാമത്തെ വീടാണ് ഈ വീട് വരുന്നത്. ഇത് നമുക്ക് 4 സെൻറ്റിൽ 900 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂമോട് കൂടിയ 2 കാർ പാർക്കിംഗ് എന്ന വീടാണ്. ഇതിന് ചോദിക്കുന്ന 35 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ഈ ഒരു വീടിൻ്റെ വീഡിയോ മാത്രം നമ്മളിന്ന് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള വീടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞാണ് പോകുന്നത്. ഈ കാണുന്ന വീട് നമുക്ക് വരുന്ന 4 സെൻറ്റിൽ 900 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 അറ്റാച്ച്ഡാണ്. കാർ പാർക്കിംഗ് 2 കാർ പാർക്കിംഗ് വരുന്നുണ്ട്. അതിൻ്റെ നേരെ കാണുന്ന വീട് നമുക്ക് 4 സെൻറ്റിൽ 900 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് 2 കാർ പാർക്കിംഗും വരുന്നുണ്ട്. ഇതും രണ്ടും ചോദിക്കുന്നത് 35 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. ഈ വില്ലയ്ക്കത്തുള്ള നമുക്ക് ഈ ഒരു വീടിൻ്റെ വീഡിയോ മാത്രം നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ വീടും നമുക്ക് സെയിലിനുള്ളതാണ്. ഈ വീട് കാണാൻ വരുന്നവർക്ക് ആ വീട് കൂടെ കാണാനേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ടെയിൽ നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 കാർ വരെയുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണർ വരുന്നില്ല. നമ്മൾ 8 വീട്ടിൽ നമുക്ക് വാട്ടർ കണക്ഷനാണ് വരുന്നത്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് 4 സെൻറ്റിൽ 900 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡാണ്. ഫ്രണ്ടിൽ 2 കാറുകളുള്ള സ്പേസ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ ടെയിലൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്. നമ്മുടെ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമുക്ക് ഈ വീട് നിൽക്കുന്ന പടിഞ്ഞാറ് ദർശനത്തിനാണ് വീട് വരുന്നത്. വാസ്തു ബേസ്ഡ് വീടാണ്. നമുക്ക് ഈ വീട് ചെയ്യുന്ന ഒരു കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വൈറ്റ് കളറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് ഈ വീട്ടിൽ നമുക്ക് ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെയിലാണ് ഗ്ലാഡിംഗ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ഒരു ഇന്നോവ കാർ ഇടാനുള്ള സ്പേസ് ആണ് വരുന്നത് കാർ പോർച്ചിൽ. അതുപോലെ നമുക്ക് ചെറിയ കാർ ഇടാനുള്ള സ്പേസും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് നമുക്ക് 8x4 സിറ്റ് ഔട്ടിൻ്റെ സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് 4x2 വൈറ്റ് ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ഈ വീട്ടിൽ കുറച്ച് വർക്ക് പെയിന്റിംഗ് ഉണ്ട്. നമുക്കിവിടെ വർക്ക് വരുന്നത് നമുക്ക് പെയിന്റിംഗ് വരുന്നുണ്ട്, ഇലക്ട്രിക് വർക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫിറ്റിംഗ്സും ചെയ്യാനുണ്ട്. ഫിറ്റിംഗ്സ് എല്ലാം ചെയ്ത് നമുക്ക് ഇതെല്ലാം ചെയ്തിട്ടാണ് നമുക്ക് ഈ 35 ലക്ഷം രൂപ ചോദിക്കുന്നത്. അതാണ് നമുക്ക് നെഗോഷ്യബിൾ. ഫ്രണ്ട് ഡോർ വരുന്ന ആഞ്ചിലാണ്. ഇത് നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വന്നിട്ട് അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട്. ഇവിടെ ചെറിയൊരു TV യൂണിറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 4 സീലിംഗും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4x2 ടെയിലാണ് വരുന്നത്. ഇനി നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 11x10 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇതിനോട് ചേർന്ന ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമുക്ക് 2 പാളിയിൽ ഒരു കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന നല്ല പ്രീമിയം ബോർഡിട്ടാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഫിറ്റിംഗ്സ് നമ്മൾ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ലിവിങ് ഏരിയ എന്ന് പറയുന്നത് അടുത്ത നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമ്മുടെ സെയിം മെത്തേഡിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11x10 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫിറ്റിംഗ്സ് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ബെഡ്റൂമിൽ AC പോയിന്റ് വരുന്നുണ്ട്. അടുത്ത് വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x10 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫിറ്റിംഗ്സ് ചെയ്തിട്ടില്ല. ഫിറ്റിംഗ്സ് ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ലിവിങ് ഏരിയ അടുത്ത് വരുന്നത് നമ്മുടെ കിച്ചണാണ്. നമുക്ക് വലിയൊരു കിച്ചണാണ് വരുന്നത്. നമുക്ക് നല്ല സ്റ്റോറേജ് കൂടിയ ഒരു കിച്ചണാണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ കിച്ചണിൻ്റെ ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡിലാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത്.
ഇവിടെ നമുക്ക് കുടിവെള്ളത്തിന് കിണർ വരുന്നില്ല, നമുക്ക് ലൈൻ കണക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഈ വീട് നിൽക്കുന്നത് നമുക്ക് 4 സെന്റിൽ 900 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 3 ബെഡ്റൂം, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് കുഴിവിളയാണ് നമുക്ക് വീട് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് 35 ലക്ഷം രൂപയാണ്. നമുക്ക് ഈ വില്ലയ്ക്ക് എത്തുന്ന 7 വീട് നമുക്ക് 35 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 7 വീട് നമുക്ക് 4 സെന്റിൽ 900 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 3 ബെഡ്റൂമോട് കൂടിയ വീടാണ്. നമുക്ക് 2 കാർ പാർക്കിംഗ് വരുന്നുണ്ട്. കുടിവെള്ളത്തിന് ഇവിടെ കിണർ വരുന്നില്ല, നമുക്ക് ലൈൻ കണക്ഷനാണ് വരുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണ് ഇത്. നമ്മളൊരു പ്രീമിയം വില്ലയാണ്. ഈ വില്ലയ്ക്കകത്ത് നമുക്ക് ഒരു നില വീട് മാത്രമേ വരുന്നുള്ളൂ. ഏകദേശം ഒരു 10 വീട് കൂടിയ ഒരു വില്ലയാണ് വരുന്നത്. ഇതിൻ്റെ അകത്തുള്ള നമുക്ക് 2 വീട് നമുക്ക് സെയിലായിട്ടുണ്ട്. 2 വീട്ടിൽ നമുക്ക് ആൾതാമസമുണ്ട്. ബാക്കി വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു മാസത്തിനകത്ത് തന്നെ ഫുൾ വർക്ക് നമുക്ക് തീരുന്നതാണ്. അപ്പോൾ ഈ വീട് വാങ്ങാനോ കാണാനോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തെന്തായാലും നമുക്ക് ലോ ബഡ്ജറ്റ് പുതിയൊരു വില്ല പ്രോജക്റ്റ് ആണ്. അതൊരിക്കലും എല്ലാവർക്കും ബൈ.